ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യം നമ്മുടെ അനീഷേട്ടൻ ഇപ്പോൾ ലൈവിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസും അവരാണ് ആ ബിഗ് ബോസിൽ വിന്നറായി എന്ന് സങ്കല്പിക്കുക. അപ്പം അവരെടുത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനെ കുറിച്ചാണ് അനീഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം അനീഷേട്ടൻ്റെ അടുത്ത് അനുമോള് ചോദിച്ചത്, അനീഷേട്ടാ ഞങ്ങൾ പച്ചക്കുയിലിൽ നിന്നാണ് വരുന്നത്, അനീഷേട്ടൻ്റെ ബിഗ് ബോസിൽ ആരോടെങ്കിലും ക്രഷ് ഉണ്ടായിരുന്നോ എന്ന് അനുമോള് ചോദിക്കുമ്പം അനീഷേട്ടൻ ഇങ്ങനെ ഒന്ന് പതുങ്ങുന്നുണ്ട്. ക്രഷൊന്നുമില്ല, എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ പഴയൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, ജിസേൽ എന്നായിരുന്നു പേര്. പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വരുന്ന ടൈമിലും പിന്നെ എപ്പോഴും ഒരു പാട്ടൊക്കെ എനിക്ക് പാടിത്തരുമായിരുന്നു. കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. ആ പാട്ടൊക്കെ പാടിത്തരുന്ന സമയത്ത് എനിക്കെന്തോ ഒരു മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തി, അല്ലെങ്കിൽ ഒരു ആർദ്രത, അങ്ങനെ ഒരു സന്തോഷമൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. എൻ്റെ മനസ്സിനെ തണുപ്പിക്കുമായിരുന്നു. ഞാനതൊന്നും കാണിച്ചിട്ടില്ല എങ്കിൽ പോലും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരിക്കലും പ്രേമമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാനതൊന്നും പുറത്ത് കാണിക്കത്തില്ല. ബിക്കോസ് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും അങ്ങനത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാനതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ വെക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരാളുടെ കാര്യം കൂടെ അനീഷേട്ടൻ തുറന്ന് പറയാണ്. അനുമോൾ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അനുമോൾ ഒന്ന് ഞെട്ടുന്നുണ്ട്, എന്നെയോ? എന്നിട്ട് അനുമോൾ ഓക്കെ അനുമോളിനെ ഞങ്ങൾക്ക് അറിയാം പറഞ്ഞു എന്ന് പറയുന്നത്. അനുമോളിൻ്റെ വ്യക്തി എനിക്ക് ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് തരുമായിരുന്നു. ചില സമയത്ത് മേക്കപ്പ് ഇടുന്ന സമയത്ത് ഒരുപാട് നേരം ഇരുന്ന് കുറേ ടൈം എടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് തരുമ്പം ആ ആളുടെ അടുത്തും എനിക്ക് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്രഷല്ല, ചെറിയൊരു സ്നേഹം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് വേറെ വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അനീഷേട്ടൻ. ഇനി ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ നാളെ ഇനി അനുമോൾ അനീഷേട്ടനോട് സംസാരിച്ച് അവിടെ ഉള്ളവർ ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ കോംബോ നല്ലതായിരുന്നു. അനീഷേട്ടനും അനുമോളോട്ടുള്ള കോംബോ ശരിക്കും ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ ചെയ്യുന്ന രീതികൾ അതൊരു രസമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദർലി ഫീലാണ് നമുക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ്റെ മനസ്സിലൊരു ചെറിയൊരു ആരും കാണിക്കാത്തൊരു സ്നേഹം ഇവർ കാണിക്കുമ്പോൾ ആർക്കാണെങ്കിലും തോന്നിപ്പോകുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ആൾക്കാർ തന്നെ അത് വളച്ചൊടിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ജിസേൽ ഇത് കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും. ജിസേൽ പുറത്താണെങ്കിലും ജിസേൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അനീഷേട്ടനാണ്. ഏറ്റവും നല്ല വ്യക്തിയുടെ ഉടമയാണ്, ഏറ്റവും അടുത്തപ്പോഴാണ് അനീഷേട്ടൻ്റെ ആ ഒരു ഒറിജിനൽ ക്യാരക്ടർ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജിസേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോളും നല്ല രീതിയിൽ ആ ഒരു ഹൗസിൽ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് അനീഷേട്ടൻ. അനീഷേട്ടൻ്റെ അടുത്ത് വല്ലപ്പോഴും മാത്രം സംസാരിക്കുന്നുള്ളെങ്കിലും അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് പരസ്പരം. നമ്മൾ ആദ്യമൊക്കെ ഒരു കോംബോ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ അത് അവർ തന്നില്ല. പക്ഷെ എന്നാലും പരസ്പരം ഒരു നല്ല സ്നേഹവും കൺസിഡറേഷനും ഉണ്ട്.